നമസ്കാരം. ന്യൂസ് ട്രെൻഡ്സ് തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. കണ്ണൂർ കണ്ണപുരത്ത് വൻ സ്ഫോടനം. വാടക വീട്ടിലുണ്ടായ സ്ഫോടനത്തിൽ ഒരു മരണം. ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിയ നിലയിൽ. പൊട്ടിത്തെറി ബോംബ് നിർമ്മാണത്തിനിടെയെന്ന് സൂചന. വീട് വാടകയ്ക്കെടുത്തത് അനൂപ് മാലിക് എന്നയാൾ. സ്ഫോടനത്തിൽ രാഷ്ട്രീയ പോര്. പരസ്പരം ആരോപണം ഉന്നയിച്ച് കോൺഗ്രസും CPM-ഉം. മുക്കിലും മൂലയിലും ബോംബ് നിർമ്മാണമെന്ന് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്. അനൂപ് മാലിക്കിന്റെ രാഷ്ട്രീയം പരിശോധിക്കണമെന്ന് കോൺഗ്രസ്. അനൂപ് കോൺഗ്രസുകാരനെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. സമഗ്ര അന്വേഷണം വേണമെന്ന് കല്യാശ്ശേരി MLA M വിജിൻ. വലിയ സ്ഫോടന ശബ്ദം കേട്ടെന്ന് കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് K രതി ന്യൂസ് 18നോട്. ഒരു അധ്യാപകൻ വാടകയ്ക്ക് കൊടുത്ത വീട്ടിലാണ് സ്ഫോടനമുണ്ടായത്. അവിടെ രാത്രിയിൽ ബൈക്കിൽ ആളുകൾ വന്നു പോകുന്നതായി നാട്ടുകാർ പറയുന്നു. അയൽക്കാർക്ക് പോലും ആ വീട്ടിലെ താമസക്കാരെ അറിയില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ്. ജപ്പാൻ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി ചൈനയിലേക്ക്. ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. ചൈനീസ് റഷ്യൻ പ്രസിഡന്റുമാരുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച. സാമ്പത്തിക രംഗത്ത് അമേരിക്കൻ ഭീഷണി നേരിടാൻ ഇന്ത്യയും ചൈനയും ഒരുമിക്കുമെന്ന് വ്യക്തമായ സൂചന നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജപ്പാൻ സന്ദർശനത്തിനിടെയാണ് ഏഷ്യയിലെ വൻ ശക്തികളായ ഇന്ത്യയും ചൈനയും ഒന്നിച്ചാൽ ലോക സാമ്പത്തിക ക്രമത്തിൽ സ്ഥിരത കൊണ്ടുവരാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞത്. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയുടെ ജില്ലാതല പര്യടനം ഇന്ന് അവസാനിക്കും. മറ്റന്നാൾ സമാപന റാലി. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്ന് യാത്രയുടെ ഭാഗമാകും. വ്യാജ തിരിച്ചറിയൽ കാർഡ് വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാനായിരുന്നു നിർദ്ദേശം. യുവതികളുടെ വെളിപ്പെടുത്തലിൽ മൊഴി രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ച്. ആരോപണം ഉന്നയിച്ചവരെ നേരിൽ കാണും. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ഡോക്ടർ ജയകുമാറിന്റെ മൊഴിയെടുക്കാൻ പോലീസ്. ആശുപത്രി അധികൃതർ ഉടൻ DMOയ്ക്ക് റിപ്പോർട്ട് നൽകും. വകുപ്പുതല തുടർ നടപടികൾ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം. ഇടുക്കിയിൽ മകന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ CPM നേതാവ് മരിച്ചു. രാജകുമാരി ഖജനപ്പാറ സ്വദേശി ആണ്ടവറാണ് മരിച്ചത്. മധുരയിൽ ചികിത്സയിൽ കഴിയവെയാണ് അന്ത്യം. പുന്നമടയെ തീപിടിപ്പിക്കാൻ ജലരാജാക്കന്മാരുടെ ആവേശപ്പോരിന്ന്. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി അവസാനവട്ട ഒരുക്കത്തിൽ. മാറ്റുരയ്ക്കുന്നത് 71 വള്ളങ്ങൾ. സമഗ്ര കവറേജുമായി ന്യൂസ് 18. തിരുവനന്തപുരം കാര്യവട്ടത്ത് 18 കിലോ കഞ്ചാവുമായി ഒരാൾ അറസ്റ്റിൽ. പോത്തൻകോട് സ്വദേശി ശ്രീരാഗിനെയാണ് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. ആന്ധ്രയിൽ നിന്നാണ് കഞ്ചാവ് എത്തിച്ചത്. കോതമംഗലം കോട്ടപ്പടിയിൽ വീടിന് സമീപമെത്തിയ കൂറ്റൻ രാജവെമ്പാലയെ പിടികൂടി. കോട്ടപ്പടി മുട്ടത്തുപാറയിലാണ് വീടിന് സമീപം ആദ്യം രാജവെമ്പാലയെ കണ്ടത്. തുടർന്ന് സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് നീങ്ങിയ പാമ്പിനെ ഫോറസ്റ്റ് വാച്ചർ സണ്ണി വൈകിട്ടോടെ പിടികൂടി.